ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നെയ്ച്ചൂരയും നെയ്ച്ചാളയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചാള ഞാൻ മസാല പുരട്ടി വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂര മീൻ നമുക്കിന്ന് കറി വെക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് പുളിയും മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ചൂര എടുത്തുള്ളൂ കേട്ടോ, ബാക്കി നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചൂരയുടെ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ ചൂരയാണ്, അപ്പോൾ അത് നെയ്ച്ചൂരയായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തിളച്ച് വന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിന്ന് ചീനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കൊല്ലം സൈഡിലൊക്കെ ചീനി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ചീനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ ദാണ്ടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് പറ്റാറായപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീൻകറി നമുക്ക് വാങ്ങി വെക്കാം. അതിനുശേഷം മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വറക്കാനുള്ള മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ചാളയും 2 കഷ്ണം ചൂരയുടെ 2 കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വറക്കാനായിട്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചീനി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. അരിയാൻ എനിക്ക് അത്ര വശമില്ല, അറിയാവുന്ന രീതിയിലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ഇന്ന് കുക്കറിനകത്താണ് കേട്ടോ ചീനി വേവിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് 2-3 വട്ടം കഴുകിയിട്ട് കുക്കറിനകത്ത് വേവിക്കുകയാണ്. വേവിച്ച് കഴിഞ്ഞും ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞും പിന്നെയും കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഊറ്റിക്കളയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒരു മെഴുക്കുവരട്ടി വെക്കാം. വെണ്ടയ്ക്കയും അമരയ്ക്കയും പിന്നെ എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്, അമരയ്ക്കയും എന്താണ്ട് അരിയുന്നുണ്ട്. ഒരു ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്കുവരട്ടി വെക്കാം. അപ്പോൾ മീൻ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശവും കൂടി മൂക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് മീൻ തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങയും എല്ലാം കൂടി കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നന്നായിട്ട് ഉപ്പെല്ലാം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് പതുക്കെ സ്ലോ ആയിട്ട് കുക്കായി വരും. അപ്പോഴത്തേക്കും നമുക്ക് ചീനിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചീനി വെന്ത് ഫൂ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പിന്നെ ഇളക്കി കഴിയുമ്പോഴത്തേന് റെഡിയായി വരും. ഒരു വിസിലേ അടിച്ചുള്ളൂ, പക്ഷെ നന്നായിട്ട് അങ്ങ് വെന്ത് പോയി. കുഴപ്പമില്ല, നമുക്ക് തണുത്ത് വരുമ്പം കട്ടിയായിട്ട് വന്നോളൂ കേട്ടോ. ഇപ്പം കാന്താരി മുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ചതച്ചിട്ട് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി താണ്ട് ഏകദേശമൊക്കെ ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി ഒന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ മീനും എല്ലാം